hope you all are doing good and great. Welcome back to my YouTube channel. ഇന്ന് പി ജിയിൽ സിംപ്ലി സിറ്റിംഗ് ആയിട്ടുള്ളൊരു ദിവസമാണ്. കാരണം ഇൻറ്റേർണൽസ് കഴിഞ്ഞാൽ സെമിസ്റ്ററിൻ്റെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് കുറച്ചൊരു ബ്രേക്ക് കിട്ടും. ശരിക്കും ആ ബ്രേക്കിന് എനിക്ക് വീട്ടിൽ പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് സെമിസ്റ്ററിൻ്റെ പ്രാക്ടിക്കൽ എക്സാം വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ കഴിഞ്ഞിട്ട് ഇതിന് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അറിയായിരുന്നു പി ജിയിൽ എന്തെങ്കിലും വൃത്തിയായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റാത്ത ഫുഡായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ സെപ്റ്റോൻ്റെ കഫേയിൽ നിന്ന് കുറച്ച് സാധനം ഓർഡർ ചെയ്തു. കുറച്ചല്ല, ഒരു സാധനം. അപ്പോൾ അതിൽ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 സാധനം ഓർഡർ ചെയ്തു. ഒന്നിൻ്റെ ക്യാഷ് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ ഞാൻ നോക്കിയപ്പം പി ജിയിലെ ഫുഡ് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയിരുന്നു. എന്തോ ഒരു സാധനമായിരുന്നു ഞാൻ കഴിക്കാത്തത്. അങ്ങനെ പിന്നെ ഞാൻ ഫുഡൊക്കെ എടുത്തിട്ട് മേലെ പോയി. ഫസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തതിലുണ്ടായിരുന്നത് ഒരു ഗാർലിക് ചീസ് ബ്രെഡ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഞാൻ പിന്നെ മേടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയതിൽ മേടിച്ചതാണ് ഈ ഒരു മാഗി. ഇതൊരു എഗ് മാഗിയാണ് കേട്ടോ. അപ്പോൾ എഗ് മാഗി ഞാൻ ഫസ്റ്റ് കഴിച്ചില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ചീസിൻ്റെ ഈ ബ്രെഡാണല്ലോ. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് കഴിക്കാൻ നിന്നു. ഇത് ഫസ്റ്റ് 2 കാണുമ്പോൾ ഞാൻ പേടിക്കും, അത് മൊത്തം ഞാൻ കഴിച്ച് തീർക്കുമെന്ന്. പക്ഷേ കഴിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടം. ഹലോ ഗൈസ്, ബൈ ദ വേ ഇന്ന് ഞാൻ വെറുതെ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ്. വെറുതെ എൻ്റെ ഇൻറ്റേർണൽ എക്സാംസ് കഴിഞ്ഞു. ഇനി 3-ാം തീയതി ആൻഡ് 4-ാം തീയതിയാണ് എനിക്ക് എക്സാം ഉള്ളത്. അപ്പം അതെ, അതുകൊണ്ട് നമുക്കിങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് മെയിനായിട്ടുള്ള പണി എന്താണെന്ന് വെച്ചാൽ റിസർച്ച് വർക്ക് ചെയ്യാന്നുള്ളതാണ്. റിസർച്ച് വർക്ക് എന്ന് പറയുമ്പം മറ്റേ നമ്മളെ റിസർച്ച് പേപ്പർ ഡിസർട്ടേഷൻ അത് ചെയ്യണം. അത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ബാക്കി ഇങ്ങനെ ചെയ്ത് തീർക്കണം എന്നുള്ളതാണ് എൻ്റെ പണി. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ഇപ്പോൾ എണീക്കാൻ ലേറ്റായി. എനിക്ക് ഭയങ്കര മടിയുണ്ടായിരുന്നു. കുറച്ച് ദിവസം എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നൊക്കെ എല്ലാം ഫ്രീ ആയത്. ഒരു ദിവസം 2 എക്സാമും പ്രാക്ടിക്കൽ വർക്ക്സ് അങ്ങനെ കുറേ സംഭവങ്ങളെ. സോ പെരുന്നാളാവാനായില്ലേ. ഞാൻ ആക്ച്വലി വീട്ടിലേക്ക് 4-ാം തീയതിയാണ് ഞാൻ ടിക്കറ്റ്സ് എടുത്തത് ബസ്സിന് രാത്രി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് 3-ാം തീയതി 4-ാം തീയതി എക്സാം ഉണ്ടെന്ന്. ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2-ാം തീയതി ആൻഡ് 3-ാം തീയതി എക്സാം ഉണ്ടാവുന്നതിനു. അങ്ങനെ ആയിരിക്കും എക്സാം ഒന്നിനും ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം 4-ാം തീയതി ഞാൻ ബസ്സിന് ടിക്കറ്റ് എടുത്ത്. പക്ഷേ ബസ് കഴിഞ്ഞ വ്ളോഗ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബസ് ബ്ലോക്കായിട്ട് ചുരം മൊത്തം നടന്ന് താഴെ ഇറങ്ങിയിട്ട് ഫുൾ അലാക്കിൻ്റെ ഉള്ളുങ്കഞ്ഞി ആയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ബസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലാസ്റ്റ് ഓപ്ഷനാണ്. ഞാൻ ഒരിക്കലും എനിക്ക് പോകാൻ താല്പര്യമില്ലാത്തൊരു സംഭവമാണ് ഇപ്പോൾ ബസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ബസ് എടുത്തു. കാരണം എനിക്ക് ഇവർ ഡേറ്റ് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ എക്സാമിന്. അപ്പം എനിക്ക് എന്തായാലും വീട്ടിൽ പോകണം. ഒന്നാമത് ഈദാണ്. അപ്പം എന്തായാലും വീട്ടിൽ പോകണം. പിന്നെ അതുമല്ല കുറേ വർക്ക് വീട്ടിൽ വന്നിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് പിന്നെ പെൻഡിങ് ആക്കാൻ പറ്റൂല. അത് ഒക്കെ ചെയ്ത് തീർത്താലേ എനിക്ക് ഇങ്ങോട്ട് പിന്നെ ഒരു സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ 3-ാം തീയതി ഫ്ലൈറ്റിന് കുറച്ച് കുറവ് കണ്ടു റേറ്റ്. 3-ാം തീയതി രാത്രി 10 മണിക്ക് 10:30 വീട്ടിലെത്തുന്ന ഒരു ഫ്ലൈറ്റ്. അപ്പം ഞാൻ വീട്ടിൽ വെച്ചപ്പോൾ ഉമ്മമ്മ പറഞ്ഞു ബസ് വരണോ, മഴയൊക്കെ അല്ലേ. അഫ്കോഴ്സ് ശരിയാണ്, രാത്രി മൊത്തം മഴ പെയ്തിട്ട് ബസ് എന്താ ഇങ്ങനെയൊന്നും അറിയാൻ പറ്റില്ലല്ലോ. ബിക്കോസ് എല്ലായിടത്തും ഇപ്പോൾ കുറേ സ്ഥലത്ത് വെള്ളം പൊങ്ങുന്നുണ്ട്, മരങ്ങൾ വീഴുന്നുണ്ട്, ഫുള്ള് പ്രശ്നങ്ങളാണ്. അപ്പം ഞാൻ ഞാൻ 3-ാം തീയതിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു. 3-ാം തീയതി രാത്രിക്ക്. അപ്പം അതുവരെ മാം പറഞ്ഞ എന്താ 4-ാം തീയതി എക്സാം ഉണ്ടാവില്ല, 2-ാം തീയതി 3-ാം തീയതി എക്സാം ഉണ്ടാവുള്ളൂ. ആ ധൈര്യത്തിലാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. അപ്പം ഇപ്പം എൻ്റെ കയ്യിൽ 3-ാം തീയതിക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട്, 4-ാം തീയതിക്കുള്ള ബസ് ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഐ വാസ് ലൈക്ക് 3-ാം തീയതി പോവല്ല. പക്ഷെ 4-ാം തീയതിക്കൊക്കെ ടിക്കറ്റ് ഞാൻ ക്യാൻസൽ ആക്കിയില്ല. ബസ് ഞാൻ ക്യാൻസൽ ആക്കിയില്ല. കാരണം ടൈം ടേബിൾ കിട്ടി, കൺഫേം ആയിട്ട് ബസ് ക്യാൻസൽ ആക്കാമല്ലോ എന്ന് വെച്ചു. കാരണം ഇനിയിപ്പോൾ ലാസ്റ്റ് ടൈമിലൊന്നും എനിക്ക് ബസ്സും ട്രെയിനും ഒന്നും കിട്ടാൻ പോലില്ല. ഫ്ലൈറ്റിലാണെങ്കിൽ നല്ല റേറ്റ് കൂടും ചെയ്യും. ഇതൊക്കെ ആകുമ്പോൾ എല്ലാവരും ഈ കുറേ സ്റ്റുഡൻസ് അല്ലേ ബാംഗ്ലൂർ, എല്ലാവരും ഒരുമിച്ച് നാട്ടിൽ പോകുന്ന ടൈമല്ലേ, അപ്പോൾ കൂടും. ഇപ്പോൾ ഞാൻ ബസ് ക്യാൻസൽ ആക്കിയില്ല. ഇപ്പം എനിക്കിനി ഫ്ലൈറ്റ് പോകാൻ പറ്റില്ല. കാരണം എക്സാം മാം പറഞ്ഞു 3-ാം തീയതിയും 4-ാം തീയതിയുമാണ് എക്സാം. 4-ാം തീയതി രാവിലെ എനിക്കൊരു എക്സാം ഉണ്ട്. അത് ഐ ഡോണ്ട് നോ. അങ്ങനെയാണെങ്കിൽ അറിഞ്ഞാൽ എനിക്ക് 4-ാം തീയതിക്ക് ഫ്ലൈറ്റ് എടുത്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് റീഫണ്ടും ഇല്ല അവസ്ഥ ആയി കിടക്കുകയാണ് ഞാൻ. എനിക്ക് ആകെ ചടച്ചിട്ടിരിക്കുകയാണ് ഞാൻ. ഇപ്പോൾ നോക്കുമ്പോഴാണ് ന്യൂസിൽ നോക്കുമ്പോൾ മൊത്തം മഴ കൂടുന്നു, വെള്ളപ്പൊക്കം, കേരളത്തിൽ വെള്ളപ്പൊക്കം വരാനുള്ള ചാൻസ്, പ്രളയം വരാനുള്ള ചാൻസ്. എനിക്കിനി നാട്ടിൽ പോകാൻ പറ്റൂലേ? എനിക്ക് നല്ല സംശയമുണ്ട്. ഇപ്പോൾ ഞാൻ 50-50 നിൽക്കുന്നത്. എനിക്ക് തന്നെ ഹോപ്പ് കൊടുക്കണില്ല നാട്ടിൽ പോകാൻ പറ്റുമെന്ന്. കാരണം എനിക്കിപ്പോൾ വലിയ പ്രതീക്ഷയൊന്നുമില്ല നാട്ടിൽ പോകാൻ പറ്റുന്നത്. പറ്റുകയാണെങ്കിൽ ഞാൻ പോവും, പറ്റൂല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കും. അതാണ് ഇപ്പം എൻ്റെ ഒരു പ്ലാന്. നമ്മൾ കുറേ പ്രതീക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങാറാവില്ലേ. അപ്പം അതാണ് ഇപ്പം എൻ്റെ പ്ലാൻ. 7-ാം തീയതി അല്ലേ പെരുന്നാൾ പറഞ്ഞിരിക്കണം. 7-ാം തീയതി പെരുന്നാളാണെങ്കിൽ 9-ാം തീയതി എനിക്ക് മിക്കവാറും ഇവിടെ തിരിച്ചെത്തേണ്ടി വരും. എനിക്ക് 9-ാം തീയതി ആണ് എക്സാം തുടങ്ങണമെന്നുണ്ടെങ്കിൽ 9-ാം തീയതി എനിക്ക് തിരിച്ചെത്തണം. അപ്പം അത് പിന്നെയും പ്രശ്നമാണ്. ഭ്രാന്താവുന്നുണ്ട്. ഞാൻ അങ്ങനെ ഇടങ്ങേറാവുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട്.
വീട്ടിൽ പോവും വേണം. പെരുന്നാൾ മാത്രമല്ല, കുറെ വർക്ക്സ് അവിടെ പെൻഡിങ് ആണ്. അതൊക്കെ ചെയ്ത് തീർത്തിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സാധനങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരെങ്കിലും വേണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. അപ്പൊ അതാണ് എനിക്കൊരു ടെൻഷൻ. ഇപ്പൊ വീട്ടിലെത്തുന്ന വരെ സമാധാനം ഉണ്ടാവില്ല. അവിടെ എത്തിയാൽ പിന്നെ ഇങ്ങോട്ട് വരണ്ടേ, എക്സാം അല്ലേ എന്നുള്ളൊരു ഭ്രാന്തും. ടൈം ടേബിൾ ഇട്ടിട്ടില്ല. സെമസ്റ്റർ എക്സാമിന് ടൈം ടേബിൾ ഇതുവരെ വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് വരും തോന്നുന്നു. എനിക്കറിയില്ല, ഇന്ന് വന്നാറ്റ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഇന്ന് തലവേദന, എനിക്കിങ്ങനെ ടെൻഷൻ അടിച്ച് എൻ്റെ മൈഗ്രെയിൻ കുത്തി വരും. അതിങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ എന്റെ കഥകളൊക്കെ അവിടെ നിൽക്കട്ടെ. എൻ്റെ പിന്നെ തീരാത്ത കഥകളാണല്ലോ. എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം എനിക്കില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല എന്ന് പറഞ്ഞ പോലെ. നിങ്ങളെ വിശേഷങ്ങൾ പറ. പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തോ? പെരുന്നാൾക്ക് എന്താണ് പരിപാടി? എന്ത് പരിപാടിയില്ലേ? മഴ ആയതുകൊണ്ട് നല്ല ഫോട്ടോസ് പോലും എടുക്കാൻ പറ്റില്ല, നല്ല മഴയായിരിക്കും. അപ്പം അങ്ങനെ. പിന്നെ എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. ബർത്ത്ഡേക്കും ഞാൻ ഇവിടെ ആയിരിക്കും, നാട്ടിൽ പോകാൻ പറ്റത്തില്ല. ബർത്ത്ഡേ സൺഡേ ആണ്, ബട്ട് സ്റ്റിൽ ഐ കാൺ ഗോ. എനിക്ക് എക്സാം ആയിരിക്കും മിക്കവാറും. അപ്പുറത്തെ എക്സാം ഉണ്ടെങ്കിൽ അതും ഞാൻ ഇവിടെ ഒറ്റയ്ക്ക്, ഒക്കെ ഞാൻ ഒറ്റയ്ക്ക്. പെരുന്നാൾക്കും കൂടെ പോകാൻ പറ്റിയില്ലെങ്കിൽ അടിപൊളിയാവും. പെരുന്നാൾ പോകാൻ പറ്റില്ലെങ്കിൽ ഞാൻ ബർത്ത്ഡേക്ക് വെള്ളിയാഴ്ച എക്സാം കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഞായറാഴ്ച രാത്രി പോരും, അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ സ്കിൻ കെയർ ചെയ്യണം. പക്ഷെ ഇപ്പോൾ സ്കിൻ കെയർ ചെയ്യണോ ചെയ്യേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കണം. എനിക്ക് എന്തായാലും കുളിക്കണം, തലയൊക്കെ നനച്ച് നന്നായി കുളിക്കണം, പീരിയഡ്സ് കഴിഞ്ഞിട്ടില്ലേ. അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കുന്നത് ഇപ്പം എന്താ ചെയ്യാന്ന്. സ്കിൻ കെയർ ഇപ്പോൾ വെറുതെ ചെയ്യണം. ലിപ് ബാം മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. നല്ല സ്കിൻ നല്ല ഡ്രൈ ആയി. ഇവിടെ കുറച്ച് തണുപ്പുണ്ട് ഇപ്പോൾ. ഇവിടെ മഴയില്ല. എനിക്ക് കേരളത്തിൽ മഴ പെയ്യുന്നതുകൊണ്ട് ഇവിടെ ഭയങ്കര തണുപ്പാണ്. അതായിരിക്കും ഇവിടെ ഭയങ്കര തണുപ്പ്. ഇവിടെ അങ്ങനെ ഇടയ്ക്ക് എപ്പോഴേലൊക്കെ കുറച്ച് ചാറ്റൽ മഴ പോലെയുള്ളൂ, അല്ലാണ്ട് വലിയ മഴയില്ല. സോ യാ. ഇപ്പം ഒരു പ്രാർത്ഥന എന്താണെന്നറിയോ? ഈ ഫ്ലൈറ്റ്, നമ്മളിപ്പോൾ പോണ ഫ്ലൈറ്റ്, ഞാൻ ഇപ്പോൾ ഈ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തെന്ന് വിചാരിച്ചോ, ഈ ഫ്ലൈറ്റ് എന്തെങ്കിലും കാരണം കൊണ്ട് 1 മണിക്കൂർ ഇങ്ങോട്ടോ 1 മണിക്കൂർ ഇങ്ങോട്ടോ അവർ മാറ്റിയാൽ എനിക്കൊരു ഓപ്ഷൻ കിട്ടും. ഫ്ലൈറ്റ് റീസ്കെഡ്യൂൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും എനിക്ക്. ഫ്രീ ആയിട്ട് എനിക്ക് ഫ്ലൈറ്റ് റീസ്കെഡ്യൂൾ ചെയ്യാൻ പറ്റും. അതെനിക്ക് ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഫുൾ റീഫണ്ട് കിട്ടും, അല്ലെങ്കിൽ ഫ്ലൈറ്റ് റീസ്കെഡ്യൂൾ ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അങ്ങനെയൊന്നും വരില്ല. ആവശ്യമില്ലാതെ നമ്മൾ പോകാൻ നിൽക്കുമ്പോഴേക്കും ഫ്ലൈറ്റ് അങ്ങോട്ട് മാറ്റിയാലും ഇങ്ങോട്ട് മാറ്റിയാലും ഡിലേ കാണിക്കലൊക്കെ അതെങ്ങാനും കാണിച്ചാൽ സെറ്റാവും. ഞാൻ അതുകൊണ്ട് ഇപ്പം എനിക്ക് റീഫണ്ട് ചെയ്തിട്ടും കാര്യമില്ല, ചെയ്തിട്ടില്ലെങ്കിലും കാര്യമില്ല. എനിക്ക് ഇങ്ങോട്ട് ക്യാഷ് കിട്ടാൻ പോകുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഐ വിൽ കീപ്പ് ഇറ്റ് ദെയർ. എന്തെങ്കിലും മാജിക് സംഭവിച്ചാലും വല്ല മഴ കാരണം ഫ്ലൈറ്റ് ഒന്ന് ഇങ്ങോട്ടും എങ്ങോട്ടേലൊക്കെ വെച്ചെന്നാലോ. അപ്പം അങ്ങനെ. ഓക്കെ ഗൈസ്, ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൻ്റെ ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ്. എങ്ങനെ വീട്ടിൽ പോകണമെന്ന് അറിയില്ല. വീട്ടിൽ പോകണം, പോയേ പറ്റൂ, പറ്റില്ലെങ്കിൽ പ്രശ്നമാവും. ഓക്കെ, അതന്നെ. സ്കിൻ കെയർ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. പിന്നെ ഞാൻ ലാസ്റ്റ് ആസ്മി ക്വസ്റ്റ്യൻ ഇപ്പോൾ കുറേ പേര് എന്നോട് ഡ്രസ്സ് എടുത്തോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് ഞാൻ എടുത്തിട്ടില്ല, ഉമ്മച്ചിൻ്റെ എടുത്ത് വെച്ചിരിക്കണം. അത് കുറേ കുരൊക്കെ വരുന്ന കുരൊക്കെ കളഞ്ഞ് കൊണ്ടുവരുന്നുള്ളൂ. ഞാൻ ഡ്രസ്സ് എടുത്തിട്ടില്ല. എടുത്തിക്കണേ, ഉമ്മച്ചി ഒരു ചുരിദാർ എടുത്ത് വെച്ചിരിക്കണം എനിക്ക്, അതന്നെ ഉള്ളൂ. വേറെ ഡിസൈൻ ചെയ്യിക്കുന്നൊന്നുമില്ല. റെഡിമെയ്ഡ് അനുസരിച്ചിട്ട് ചുരിദാർ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിച്ചു, അത്രയൊക്കെ തന്നെ ഉള്ളൂ. കാരണം അടുത്തൊന്നും ഉറപ്പില്ലാത്ത എനിക്ക് എന്തിനാ കുറേ ഡ്രസ്സ്. പിന്നെ വേറൊരു കാര്യം, ഇൻഷാ അല്ലാഹ് മാക്സിമം ജൂൺ 25 അത്ര ഉണ്ടാവില്ല, ജൂൺ 22 or 23 അതൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് തിരിച്ചു വീട്ടിൽ കെട്ടിപ്പോവാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതൊക്കെ നമുക്ക് പോകാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ, ഐ ഗെസ്. പിന്നെ ഇങ്ങോട്ട് വരണ്ട, പിന്നെ നമുക്ക് പിന്നെ ഇതിന് വന്നാൽ മതി, കോൺവെക്കേഷൻ. പിന്നെ ഇങ്ങോട്ട് വരികയേ വേണ്ട. എന്തെങ്കിലും എനിക്ക് തോന്നുകയാണെങ്കിൽ വരാം, അല്ലെങ്കിൽ ആവശ്യമില്ല. പിന്നെ എനിക്ക് MRP ഡിസർട്ടേഷൻ്റെ ഒരു എക്സാം ഉണ്ടാവും, പ്രാക്ടിക്കൽ. ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണ്ടേ? ഡിസർട്ടേഷൻ ലാപ്ടോപ്പിലല്ലേ ചെയ്യുക? ലാപ്ടോപ്പിന് ചാർജർ കോളേജിൽ വെച്ച് മറന്നുപോയി. ചാർജർ ഇല്ലാത്ത ലാപ്ടോപ്പാണ് ഇപ്പം എൻ്റെ കയ്യിൽ. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. ബാക്കി ഞാൻ വ്ളോഗറാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആകെ ചടച്ചിരിക്കുകയാണ് ഞാൻ, എനിക്കിൻ്റെ ഫ്ലൈറ്റ് മിസ്സായതുകൊണ്ട്. പൈസ എനിക്കിവിടെ കുറച്ച് പേര് ഇരുന്നിട്ടൊരു സമാധാനം ഇല്ല. നിങ്ങളൊക്കെ വെക്കേഷനായിട്ട് എന്താണ് വീട്ടിൽ ചെയ്യണത്? നേരം കളയാൻ വേണ്ടിയിട്ട് എനിക്ക് ഇപ്പോൾ തന്നെ ഭ്രാന്താവുന്നുണ്ട്. എനിക്കൊന്നാമത് ഇങ്ങനെ ഓരോരോ ടെൻഷനും ഇതാണ്. ഡിസർട്ടേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടില്ല, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കണേ. അതിങ്ങനെ ചെയ്ത് തീർക്കാണ്ട് എനിക്ക്. പിന്നെ ഞാൻ പറഞ്ഞുതരാം, എനിക്ക് വീട്ടിൽ പോയിട്ട് എന്തൊക്കെ വർക്കാണ് ഇത് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി. നമുക്ക് പോയി വർക്ക് പെൻഡിങ് ഉണ്ടാകുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അതുപോലെ എന്തെങ്കിലും ഒന്ന് കഴിഞ്ഞു, 2 ഞാൻ ഇവിടെ തന്നെ ചെയ്തു. ടേബിൾ നന്നാക്കാനുണ്ട്, കുളിക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം റിസർച്ച് പ്രോജക്റ്റ് ഇരിക്കാൻ. ഇന്നിപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ ഐപാഡിൽ ചെയ്യും.
നാളെ പോയി ചാർജർ എടുത്തിട്ട് വരാം. അവിടെ ഉണ്ടായാൽ മതി. ഇനി അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും വിശക്കാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു നോക്കിയത് നമുക്കിനി മാഗി എടുത്ത് കഴിക്കാം. പക്ഷെ ഞാൻ മണ്ടത്തിൽ മറന്നുപോയി, നമുക്ക് മാഗി നമ്മൾ കുറച്ച് നേരം കഴിച്ചിട്ടില്ലെങ്കിൽ ആ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടൊക്കെ കൂടി മറ്റേ കട്ട പിടിച്ച കേക്ക് പോലെ ആവും എന്നുള്ളത്. എന്നാലും ഞാൻ കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഇത് പിറ്റേ ദിവസമാണ് തോന്നുന്നു, കാരണം പിന്നെ എനിക്ക് നല്ല തലവേദന. എന്തേലും ഒരു ടെൻഷനോ സ്ട്രെസ്സോ അടുത്ത് കൂടെ പോയാൽ മതി എൻ്റെ മൈഗ്രെയിൻ വരാൻ. പിന്നെ എനിക്ക് നല്ല തലവേദന ഉണ്ട്. അന്ന് പിന്നെ ഞാൻ അങ്ങനെ പിന്നെ വ്ളോഗ്സ് ഒന്നും എടുത്തില്ല. ഇത് പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബ്ലിങ്കിറ്റിൽ നിന്ന് സ്നാക്സിൻ്റെ ടൈമിലേക്ക് കുറച്ച് പഴവും മൂൺഫിൽസും സംഭവങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഫുഡും കറക്റ്റ് റെഡി ആവണില്ല, അതുകൊണ്ട് നല്ല തലവേദന ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഇപ്പോൾ ഈ മൂൺഫിൽസും പഴമൊക്കെ തീരുന്ന വരെ അതിങ്ങനെ ഓരോന്നോരോന്നെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ മിഠായി ആയിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ മിൽക്കി ബാറിൻ്റെ ചൂവായിരുന്നു. ഞാൻ ഫസ്റ്റ് മറ്റേ 1 രൂപൻ്റെ കുഞ്ഞു കുഞ്ഞ് മറ്റേ ക്യാൻഡീസ് ഉണ്ടല്ലോ, അങ്ങനത്തെ മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കിത് കഴിക്കാൻ കൊതിയായപ്പോൾ ഞാൻ ഇത് വാങ്ങി. ഇപ്പം എനിക്ക് എന്താ അറിയില്ല, ഇപ്പം ഞാൻ നല്ലോണം പണ്ടത്തേക്കാളും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സ്വീറ്റ്സ് കഴിക്കുന്നുണ്ട്. അപ്പം നല്ലോണം ഞാൻ കഴിക്കും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സ്വീറ്റ്സിന് ഇങ്ങനെ ക്രേവ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ചോക്ലേറ്റ്സൊക്കെ ഭയങ്കര കുറവാണ് കഴിക്കുന്നത്, ഇങ്ങനത്തെ മിഠായികളും സംഭവങ്ങളൊക്കെ. അപ്പം ആ ഒരു പാക്കറ്റിൽ 2 പസിൽ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര ഇതിൽ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഫസ്റ്റത്തെ ഓപ്പണിങ്ങിൽ അതിലൊരു റോബോട്ട് ആയിരുന്നു. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, നമുക്ക് അടുത്തത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിലും റോബോട്ട്, രണ്ടും ഒരേപോലത്തെ 2 കാർഡ് വെച്ച് വലിയ മെയിനായിക്കൂര്. അങ്ങനെ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് എടുത്ത് ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു, എപ്പോഴാണ് ഇത് 100K ആവുക, ഇത് എന്നാവുക എന്നിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തൊന്നും ആവുന്നുള്ളത്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ അതിൽ ഞാൻ കേർഡും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം തിന്നുന്ന പോലെ എനിക്ക് തിന്നാൻ പറ്റുന്നൊരു സാധനമാണ് കേർഡ്. എനിക്ക് ഐസ്ക്രീമിനേക്കാളും ഇഷ്ടമാണ് കേർഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടിട്ട്. എന്താണെന്നറിയില്ല, ഐസ്ക്രീം തിന്നുന്നതിനേക്കാളും ഇഷ്ടത്തോടെ ഞാൻ ഈ ഒരു സാധനം തിന്നും. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ നെറ്റ്ഫ്ലിക്സ് കണ്ടിട്ട് ഇങ്ങനെ കുറച്ച് തൈര് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ ബെഡ് ക്ലീൻ ആക്കാൻ പോകുന്നത്. ഇത് നമുക്കിവിടെ എണീക്കുമ്പോൾ തന്നെ ക്ലീൻ ആക്കാൻ പറ്റില്ല, കാരണം ഞാൻ എണീക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ റൂമേറ്റ് കിടന്നുറങ്ങായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നിന്ന്. ഇതാണ് എൻ്റെ റിസർച്ചിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത് മാം എഴുതി തന്നിട്ടുള്ളൊരു ബുക്ക്. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ ഓരോ വർക്കും ചെയ്യൽ. അങ്ങനെ പിന്നെ എന്താ എൻ്റെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഈ ബെഡ്ഷീറ്റൊക്കെ തിരുമ്പാനായിട്ട് ഞാൻ വേറെ ബെഡ്ഷീറ്റ് എടുത്തിട്ടില്ലല്ലോ കൊണ്ടുവരാൻ. അപ്പോൾ ഞാൻ എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ വീട്ടിൽ പോവും. അപ്പം ഇൻഷാല്ലാ അതൊക്കെ കൊണ്ടുപോയി അലക്കിയിട്ട് കൊണ്ടുവരണം. അങ്ങനെ പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ സെമസ്റ്റർ എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നത്. സെമസ്റ്റർ എക്സാമിൻ്റെ പ്രാക്ടിക്കലല്ല, തിയറീസിൻ്റെത്. അപ്പോൾ അത് ഞാൻ നോട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ആകെ 4 എക്സാമാണ് ഉള്ളത്. ഇപ്പോഴത്തെ ടൈം ടേബിൾ വെച്ചിട്ട് 10-ാം തീയതി എക്സാം തുടങ്ങിയിട്ട് 19-ാം തീയതി തീരും എന്നാണ് കാണിക്കുന്നത്. 19-ാം തീയതി തീർന്നിട്ട് പിന്നെ ഒരു MRP റിസർച്ച് പേപ്പറിൻ്റെ പ്രാക്ടിക്കൽ കഴിഞ്ഞിട്ടില്ല, അതൊരു ദിവസം കൂടെ ഉണ്ടാവും. അപ്പോൾ അതെന്നാന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അതും കൂടെ കഴിഞ്ഞ് നമ്മളിതെല്ലാം കഴിഞ്ഞ് മൊത്തത്തോടെ ഇവിടുന്ന് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ പിന്നെ ടൈം ടേബിൾ എഴുതി വെച്ചു. ആക്ച്വലി 4 എക്സാം ഉള്ളൂ, ഓരോ ദിവസമൊക്കെ ഗ്യാപ്പ് മതിയാവും. ഇതിലൊരു എക്സാമിന് മാത്രം 4 ദിവസം ഗ്യാപ്പ് ഉണ്ട്. എന്തിനാണോ അതിനൊന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എത്രയും പെട്ടെന്ന് എക്സാം തീരാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് എക്സാം തീരണം എന്നായിരുന്നു ഞങ്ങൾ ആഗ്രഹം. എന്നാലും കുഴപ്പമില്ല, 10 ദിവസം കൊണ്ട് തീരും. പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പിൻട്രസ്റ്റിൽ ഇങ്ങനെ നോക്കിയിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ടൈം പാസ്സാണ് വെറുതെ പിൻട്രസ്റ്റിൽ സ്ക്രോൾ ചെയ്യുക, ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുക, മൈലാഞ്ചി, ഡ്രസ്സ് അത് ഇത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ റൂം ഡെക്കോർ. ഞാൻ അങ്ങനെ റൂം ഇങ്ങനെ എൻ്റെ വീട്ടിൽ എനിക്ക് നല്ലൊരു സ്പേസ് ഇല്ല, കോർണറില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ആരും യൂസ് ചെയ്യാണ്ട് ഇരിക്കുന്ന ഒരു റൂം അങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇൻസ്പിറേഷൻസ് ഒക്കെ നോക്കുമായിരുന്നു ഞാൻ. ഇപ്പം എൻ്റെ മെയിൻ പരിപാടി അതാണ്. നിങ്ങൾ നല്ല റൂം ഡെക്കോഴ്സിൻ്റെ എന്താ പറയുക റെഫറൻസ് പിക്ചറൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ അയച്ചു തരണം. നല്ല രസമുള്ള ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് വീട്ടിൽ പോയിട്ട് ഇനി കുറച്ച് കാലം ഫ്രീ ആണല്ലോ, അപ്പോൾ അതിങ്ങനെ ചെയ്ത് തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ.